ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഡിസംബർ 5 കർത്താവിൻ്റെ മധ്യേ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന തിരുവചന ഭാഗം എന്ന് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 19 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് മുമ്പിലേക്ക് തുറന്നു കൊടുക്കാം. നമ്മുടെ ഹൃദയം നമ്മൾ തുറന്നെങ്കിൽ മാത്രമാണ് ദൈവം അകത്തേക്ക് പ്രവേശിക്കത്തുള്ളൂ. വാതിലടച്ചിട്ടാൽ എങ്ങനെയാണ് തമ്പുരാൻ അകത്തേക്ക് പ്രവേശിക്കുക? തമ്പുരാൻ പുറത്തു നിന്ന് നമ്മളെ മുട്ടുമ്പോൾ, തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ വാശി പിടിച്ച് ദൈവസ്വരം കേൾക്കാതെ വാതിലടച്ചിട്ട് കഴിഞ്ഞാൽ, കുറ്റിയിട്ട് കഴിഞ്ഞാൽ, തുറക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം അകത്തേക്ക് പ്രവേശിക്കത്തില്ല. അങ്ങനെ കുറ്റിയിടപ്പെടുന്ന പല ഹൃദയങ്ങളും ഇരുട്ടുകൊണ്ടും വേദന കൊണ്ടും ദുഃഖം കൊണ്ടും മൂടപ്പെടുന്നു. വാതിൽ തുറന്നു കിടക്കുന്നതോ ദൈവം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വെളിച്ചം കൊണ്ട് നിറയുന്നു. പുതിയൊരു സൃഷ്ടിയായി ആ ഹൃദയം മാറുന്നു. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കാം. ദൈവം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഞാൻ അകത്തേക്ക് പ്രവേശിക്കുമെന്ന്. പ്രവേശിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഞാൻ അവരോട് കൂടെ ഭക്ഷിക്കുകയും ചെയ്യുമെന്ന്. ദൈവം നമ്മുടെ കുടുംബത്തിലെ ഒരംഗമാണ്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിലെ ഒരംഗമാണെന്ന് പറയാം. ഒരിക്കലും നമ്മൾ തുറന്നു കൊടുക്കാതെ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരത്തില്ല. കാരണം അത് നമ്മുടെ ചോയ്സാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഓരോ മനുഷ്യനും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരിക്കലും ദൈവം ഒരു മനുഷ്യനെയും നിർബന്ധിക്കുന്നില്ല. വിശ്വാസത്തിലേക്ക് കടന്നു വരാനും യേശുവിനെ പ്രാർത്ഥിക്കാനുമായിട്ടും നിർബന്ധിക്കുന്നില്ല. നമുക്ക് കാണാനായിട്ട് സാധിക്കും, പുതിയ നിയമത്തിലെ സുവിശേഷ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും കർത്താവ് നിർബന്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. ഈശോ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുകയാണ് ചെയ്തത്. ആരോടും തന്നെ അവിടുന്ന് നിർബന്ധിച്ച് ജ്ഞാനസ്നാനം ചെയ്യാനോ വിശുദ്ധ കുർബാന സ്വീകരിക്കാനോ ഒന്നും തന്നെ പറയുന്നില്ല. വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവത്തോടൊപ്പം ചേർന്നിരിക്കാനായിട്ട് സാധിക്കും. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഈ 3-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുവചനം കർത്താവ് പറയുന്നതിന് മുന്നേ ആയിട്ട്, അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. ഈ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരത്തുള്ളൂ. കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാനായിട്ട് മുട്ടത്തുള്ളൂ. അത് വെളിപാടിൻ്റെ പുസ്തകം ഈ 3-ാമത്തെ അധ്യായത്തിലെ 19 തിരുവചനമാണ്. എന്താണ് കർത്താവ് പറയുന്നത്? ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കുന്നു, ശ്വാസിക്കുന്നുണ്ട്. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക. പിന്നെ ഒരു വാക്ക് പറയുന്നുണ്ട്, എന്താണത്? അനുതപിക്കുക. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ വെളിപാട് 3:20 ആ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ വെളിപാട് 3:19 നമ്മുടെ ഇടയിൽ വേണം. കാരണം നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളെയാണ്, സഹനങ്ങളെയാണ് കർത്താവ് അതിലൂടെ വിളിച്ചോതുന്നത്. കാരണം നമ്മൾ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളെ ശാസിക്കാറുണ്ട്. ഇതേപോലെ തന്നെ കർത്താവ് നമ്മളെ ശാസിക്കാറുണ്ട്, നമ്മളെ ശിക്ഷിക്കാറുണ്ട്. കാരണം അവന് നമ്മളോടുള്ള ആ ഒരു സ്നേഹം നഷ്ടപ്പെടരുത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കർത്താവ് ഓരോ തവണ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും ഈ തെറ്റിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവ് വന്ന് ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കുമ്പോൾ, നമ്മൾ അനുതപിക്കുമ്പോഴാണ്
അവിടെയാണ് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുന്ന ഹൃദയത്തിലേക്ക് ദൈവം കടന്നു വരത്തില്ല. അനുതപിക്കാത്ത ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം നിറയുമോ? ഒരിക്കലും നിറയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുമോ? അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വെളിപാട് 3:19 നമ്മളോട് പറയുന്നത്, കർത്താവ് ശാസിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ശാസനം കേൾക്കണം. നിങ്ങൾക്ക് സഹനം വരുമ്പോൾ നിങ്ങൾ ആ സഹനത്തെ സ്വീകരിക്കണം, അല്ലേ? നമ്മളോട് കർത്താവ് അതിനോട് പറയുന്ന അനുദപിക്കുക. അനുദപിക്കാൻ പറയുമ്പോൾ നമ്മൾ അനുദപിക്കുക. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ ഓർത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, ദൈവത്തിനെതിരായി ചെയ്തിട്ടുണ്ടോ, അതെല്ലാം ഓർത്ത് നമ്മൾ അനുദപിക്കുക. അപ്പോൾ അവിടുന്ന് വന്ന് നമ്മുടെ വാതിലിൽ മുട്ടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുദപിച്ചാൽ മാറാത്തതായിട്ടുള്ള ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിലില്ല. ഈ കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മളോട് പറയുന്ന ഇത്രേ ഉള്ളൂ: അനുദപിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ വാതിലിൽ വന്ന് മുട്ടും, നമ്മുടെ ഹൃദയം തുറക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ധ്യാന കേന്ദ്രങ്ങളിൽ കൂടുതലായിട്ടും ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? 2-3 ദിവസമൊക്കെ ഈ ധ്യാനം നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു 4 ദിവസത്തേക്ക് ഒരു വ്യക്തിക്ക് അവർ പറയും ഇന്ന ഇത്ര ദിവസം താമസിച്ചുള്ള ധ്യാനമുണ്ട്. അപ്പോൾ ആ വ്യക്തി ഒരു തികഞ്ഞൊരു മദ്യപാനിയാണെങ്കിൽ ഈ മദ്യപാനിയോട് പറയുന്നൊരു കാര്യമുണ്ട്: ഈ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിലൊന്നും മദ്യപിക്കാനായിട്ട് പാടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ തികഞ്ഞ ഒരു ഒരുക്കം ആവശ്യമാണ്, അല്ലേ? അപ്പോൾ മദ്യപാനം മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ആ വ്യക്തിക്ക് മദ്യപാനം മാത്രമായിരിക്കില്ല, മദ്യപാനം കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ മാരകമായ അസുഖങ്ങളോ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് അവർ പറയും, ധ്യാനം തീരുന്നത് വരെ ഉറപ്പായിട്ടും മദ്യപാനം പാടില്ല. അപ്പോൾ അതേസമയം നമ്മൾ എന്ത് ചെയ്യണം? കുമ്പസാരിച്ച് ഒരുങ്ങാനായിട്ട് പറയും. കുമ്പസാരിച്ച് ഒരുങ്ങുകയും വേണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, പ്രാർത്ഥനകളിൽ പങ്കെടുക്കണം. അങ്ങനെ നമ്മൾ ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗമാകുമ്പോഴത്തേക്കിനും ദൈവം ആ വ്യക്തിയെ തൊടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് അവരുടെ ഹൃദയം തുറക്കപ്പെടുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ആത്മാർത്ഥതയോടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന് അവിടെ ഒരു സത്യസന്ധത അനുഭവപ്പെട്ടാൽ തമ്പുരാൻ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ വാതിൽക്ക വന്ന് മുട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ എത്രത്തോളം അനുദപിച്ചു എന്ന് പറഞ്ഞാലും ആ അനുതാപത്തിലൊരു കള്ളത്തരം ഉണ്ടെങ്കിൽ ദൈവം വാതിൽക്ക വന്ന് മുട്ടത്തില്ല. മനസ്സിലായില്ലേ? അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കള്ളത്തരമൊന്നും കാണിക്കണ്ട. ആത്മാർത്ഥതയോടുകൂടി നമുക്ക് അനുദപിക്കാം. ഈ ക്രിസ്മസിന് അനുതാപത്തോടു കൂടി നമുക്ക് ദൈവത്തെ സ്വീകരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ച് ദൈവത്തെ വിശുദ്ധിയോടുകൂടി നമ്മുടെ ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുക. നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ണീശോ കടന്നു വരാനായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുക. അനുദപിക്കുക. കർത്താവിൻ്റെ ശാസനങ്ങളും ശിക്ഷണങ്ങളും സ്വീകരിക്കുക. സഹനങ്ങൾ സ്വീകരിക്കുക. പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.